എന്താ മണിയുണ്ടോ? മണിയല്ലേ ഇപ്പൊ അടിച്ചത്? അയ്യോ, എന്റെ മണിയാശാനെ ഇവിടെ ആരാണ് കൊണ്ട് കെട്ടിത്തൂക്കിയത്? മണിയാശാനാ? ആ, അതാരാ? ചേട്ടാ കേറി വാ. വാ വാ വാ. അയ്യോ, കാലിന് പ്രശ്നമൊന്നുമില്ലേ? അല്ല, പിന്നെന്താ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ഒരു- നടന്നെന്തിനാ? ഞാൻ ഈ നിമിത്തങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ആ, അത് ശരി. അതായത് ഇവിടെ നന്നായിട്ട് നടക്കുന്ന ഒരു പരിപാടിയല്ലേ, അതെ അതെ. അവിടെ ഞാൻ വലതുകാല് വെച്ച് കയറുമ്പം അതിന്റെ ഒരു ഐശ്വര്യം വേറെയാണ്. ഓഹോ, ഞാൻ ഇടതുകാല് വെച്ച് കയറുകയാണെങ്കിൽ എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ ശരി, ആ, അതെ, ശരിയാണല്ലോ. അതെ, correct, correct. അപ്പൊ എവിടെ ഞാൻ പോയാലും വലതുകാല് വെച്ച് കയറുക ഒരു നല്ല തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് ചേട്ടൻ അതിനെന്താ ചെയ്തത്? വലതേ കാലം വലത് കാല് വെച്ച് മാത്രം കേറി കൊറേ പ്രാവശ്യം. ഓ, ഞാൻ വിചാരിച്ചു എന്തോ ചേട്ടന്റെ പേര്? എന്റെ പേര് പുരുഷോത്തമൻ. പുരുഷോത്തം. ഇവിടെ എന്തിനാ വന്നേ? ഞാൻ സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യാം. അത് ശരി, സെക്രട്ടേറിയറ്റിൽ എങ്ങനെയാ ചേട്ടന് ജോലി കിട്ടിയ? അത് അമ്മയുടെ അനുഗ്രഹം. ചേട്ടന്റെ അമ്മയുടെ അനുഗ്രഹം? അതെ അതെ. അയ്യോ, അതെങ്ങനെ? അതെങ്ങനെ? അച്ഛനായിരുന്നു സെക്രട്ടേറിയറ്റിൽ ജോലി. ഓ, അങ്ങനെ എന്തോ ഒരു നിസ്സാര വിഷയത്തിന് എന്തോ പ്രശ്നം അവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായപ്പോ ആ, അച്ഛനെ എടുത്ത് കിണറ്റിലിട്ടു. അങ്ങനെ ആ ജോലി എനിക്ക് കിട്ടി. എങ്ങനെ? അച്ഛനെ അമ്മ എടുത്ത് കിണറ്റിലിട്ടു. ആ ജോലി ചേട്ടന് ആ, കിട്ടി? എനിക്ക് കിട്ടി. അയ്യോ, നല്ല ഫാമിലി. ചേട്ടൻ എന്തിനാ ഇവിടെ വന്നേ? ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ ഇവിടെ വരാൻ പറഞ്ഞു. ആര്? ആര്? എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ആര് ആര് പറഞ്ഞു? മണിയാശാൻ. ഇവിടെ ഏത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന മണിയാശാൻ? അല്ല, എന്നോട് ഇവിടെ വരാൻ പറഞ്ഞു. ആശാൻ ഇവിടെയാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് പറഞ്ഞു. മറ്റേ മരണമണിയാണോ? ആ, മണിയാശാൻ. ഓ, മരണം. പുള്ളി ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ടോ? എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പുള്ളിയാണ്. എത്ര നാളായിട്ട്? ഒരു 4 വർഷമായി. 4 വർഷമായിട്ട് ഡ്രൈവിംഗ് എന്തിനാ പഠിപ്പിക്കുന്നത്? പിന്നെ 4 വർഷമായിട്ട് പഠിക്കണ്ടേ? എന്തിനാ? 4 വർഷം എന്തിനാ? എന്നിട്ട് ഡ്രൈവിംഗ് പഠിച്ചോ? ഞാൻ പഠിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാറിന്റെ പുറത്ത് നിന്നിട്ട് ആ. എല്ലാം ഇങ്ങനെ പഠിച്ചു വരികയാണ്. ഉള്ളി കയറിയിട്ടൊന്നും പഠിച്ചില്ല ഇതുവരെ? ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. എന്താ? എന്താ? ഈ നിമിത്തത്തിന്റെ പ്രശ്നമുണ്ടല്ലോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മളിപ്പോ ഒരു വിവാഹം കഴിഞ്ഞ് നവവധു വീട്ടിലേക്ക് കയറുമ്പോ ഐശ്വര്യമായിട്ട് കയറണമെങ്കിൽ എങ്ങനെയാണ് കയറേണ്ടത്? വലത് കാല് വെച്ച് കയറണം. അതെ അതെ, അത് തന്നെ പ്രശ്നം. ആ, ഞാനിപ്പോ ഒരു ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഞാൻ എന്റെ ആദ്യത്തെ അനുഭവമാണ്. കാർ എന്ന് പറയുന്നത് എന്റെ ആദ്യത്തെ അനുഭവമാണ്. ഓക്കേ. അപ്പൊ അത് ഐശ്വര്യമായിട്ട് തുടങ്ങാൻ എനിക്ക് പറ്റുന്നില്ല. എന്തു പറ്റി? വലതുകാലം വെച്ച് കയറാൻ പറ്റുന്നില്ല. അതാണ് എന്റെ കുഴപ്പം. അതാണ് ഇത്രയും നീണ്ടു പോകുന്നത്. ശരിയാണല്ലോ. നമ്മൾ കാറിൽ ശരിയാണ്, നമ്മള് കാറിൽ കയറുമ്പോ ഇടത് കാല് വെച്ച് നമ്മൾ കയറുന്നത്. അത് ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ? ദോഷമല്ലേ? അത് ഐശ്വര്യക്കേടാണ്. നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം, അത് ഐശ്വര്യക്കേടാണ്. അത് ശരിയാണല്ലോ. അല്ല, അപ്പൊ ചേട്ടൻ വലത് കാല്? എനിക്ക് കയറാൻ പറ്റുന്നില്ല. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വലത് കാല് വെച്ചൊന്ന് കയറി നോക്കരുതോ? അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കയറി. അപ്പോഴാണ് കുഴപ്പം. എന്താ? സീറ്റ് ഫ്രണ്ടിലും സ്റ്റിയറിംഗ് പുറകിലും. ഇവിടെ വലത് ഭാഗത്തൂടെ കാല് വെച്ച് കയറുന്ന ഒരു വണ്ടി ഉണ്ട്. ഇവിടെ ഒന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞു. ഉണ്ട്, ഇവിടെ വണ്ടിയുണ്ട്. നമ്മുടെ വില്യസിന്റെ ജീപ്പ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാ. അത് ഓടിക്കാം. അപ്പൊ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി റോഡിൽ ഓടിച്ച് പഠിക്കാലോ. അതാ ആശാൻ പറഞ്ഞു ഇവിടെ വരാൻ പറഞ്ഞത്. അപ്പൊ റോഡിൽ ഓടിച്ച് പഠിക്കാലോ. റോഡിൽ ഓടിക്കാൻ പറ്റില്ല. എന്താ? റോഡിൽ ഓടിക്കുന്ന എനിക്ക് പേടിയാണ്. കയ്യും കാലും ഇറങ്ങി തുരുതുര പാണ്ടിലോറി വരികയാണ്. എനിക്ക് പേടിയാണ്. ആണോ? പിന്നെ പിന്നെ എവിടെ ഓടിക്കും? ആശാൻ പറഞ്ഞത് ഇവിടെ വന്നാൽ നിനക്ക് ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അവിടെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ പഠിക്കാന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ ഒരു സ്ഥലം എതിരെ വണ്ടി വരത്തില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആശാൻ പറഞ്ഞ എന്തോ മരണക്കിണറ്റിൽ വണ്ടി ഓടിച്ച് പഠിക്കാടാ, അവിടെ ശല്യമില്ല, നമ്മൾ രണ്ടുപേരും കാണത്തുള്ളത്. നിങ്ങൾ മരണക്കിണറിലാണോ വണ്ടി ഓടിച്ച് പഠിക്കുന്നത്? ആ, വണ്ടി ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ബെസ്റ്റ് ടീമാ. ചെല്ല് പഠിക്കാം. മണിയാശാൻ ഇവിടെ. മണിയാശാനൊക്കെ ഉണ്ട്. മരണക്കിണറിന് അടുത്തുണ്ട്. ഇവിടുന്ന് പോയി അടുക്കളയുടെ ലെഫ്റ്റ് സൈഡിലാ മരണക്കിണർ. അവിടെ പോയി കഴിഞ്ഞാൽ ആശാൻ പോയി പഠിക്കട്ടെ. അതിന് മരണക്കിണറെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ അതെ. മരണക്കിണറിലേക്ക് വലതുകാലം വെച്ച് ചാടിക്കോട്ടെ. പ്ലീസ് അങ്ങനെ പറയല്ല, അങ്ങനെ പറയല്ല. അങ്ങനെ പറയരുത്. എനിക്ക് ലൈസൻസ് എങ്ങനെയല്ലോ റെഡിയാക്കി തരണം. എടാ, ലൈസൻസ് വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എങ്ങനെ നിർബന്ധിച്ചാൽ എങ്ങനെയാണ്? ലൈസൻസ് വേണമെങ്കിൽ നമ്മൾ എല്ല് വെച്ച വണ്ടി വേണം ആദ്യം ഓടിക്കേണ്ടത്. എല്ല് വെച്ച വണ്ടി ഓടിച്ചെങ്കിൽ ലൈസൻസ് കിട്ടത്തുള്ളൂ. ആശാൻ ഇത് ഇന്നലെ ഒന്ന് പറയണ്ടായിരുന്നു. ഇത് ഇപ്പൊ പറഞ്ഞ ഞാൻ ഇവിടുത്തെ എല്ല് സംഘടിപ്പിക്കും. ഇന്നലെയാണ് ഞങ്ങളുടെ വീടിനടുത്ത് ഞങ്ങളുടെ നാണുവശം മരിച്ച എന്റെ സഞ്ജയനമായിരുന്നു ഇന്നലെ. ഇന്നലെ അവർ എല്ലും എടുത്ത് കുഴിയും മൂടി. ഇന്നലെ പറഞ്ഞായിരുന്നു ഒരു കഷ്ണം ഞാൻ ചോദിച്ചു മേടിക്കത്തില്ലായിരുന്നു. ഇന്നലെ പറയേണ്ട കേസല്ലേ? എനിക്കിപ്പോ ലൈസൻസ് കണക്കിന് ഇവന്റെ അടുത്ത് എച്ച് വെട്ട് കൊടുക്കാൻ പറഞ്ഞാൽ കൊച്ചിന്റെ എഞ്ചു വടിയും പറിച്ച് കയറിക്കൊണ്ട് വരുമല്ലോ ഇവൻ. അത് പോട്ടെ. സങ്കല്പത്തിൽ ഇപ്പൊ നീ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. സങ്കല്പത്തിൽ വണ്ടി കിടക്കുന്നു. നീ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം എന്താണ് ശ്രദ്ധിക്കുന്നത്? അതിന് ഞാൻ വണ്ടി കയറിയില്ലല്ലോ. സങ്കല്പത്തിൽ നിന്നെ ഞാൻ വണ്ടിയിൽ എടുത്ത് വെക്കാം. എടുത്ത് കയറി കഴിഞ്ഞു. നീ ആദ്യം എന്താണ് ശ്രദ്ധിക്കുന്നത്?
ഞാൻ കയറി കഴിഞ്ഞ ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മിണി ചേച്ചിയുടെ മാലയോ വളയോ വല്ല അതിനകത്ത് ഊരി കിടപ്പുണ്ടോ എന്ന് നോക്കണ്ടേ? നിന്റെ പെണ്ണുമ്പിള്ളയുടെ കമ്മലും മാലയും നോക്കി വിടുന്ന വണ്ടി നീങ്ങോടാ. ഇല്ല. നീങ്ങോ? ഇല്ല. അപ്പൊ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം? ശ്രദ്ധിക്കണം. ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത് പോട്ടെ, സങ്കല്പമല്ലേ? സങ്കല്പം പോട്ടെ. ഫസ്റ്റ് എങ്ങോട്ടാ? ഫസ്റ്റ് കുഞ്ഞമ്മയുടെ വീട് വരെ ഒന്ന് പോകണം. ഇന്നലെ ഇച്ചിരി പൈസ ചോദിച്ചായിരുന്നു, അത് കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പഠിക്കാമല്ലോ. കുഞ്ഞമ്മയുടെ വീട്ടില് ഒരെണ്ണം നത്തായിരിക്കും കേട്ടോ. ആശാൻ ഇത് സങ്കല്പം. അത് പോട്ടെ, ഗിയർ ഏത് ഭാഗത്ത് വരും? ഗിയർ ഏത് ഭാഗത്ത് വരും? ഗിയർ ഏത് ഭാഗത്ത് വരും? ഇപ്പൊ നീ ആശാനും ഞാൻ ശിഷ്യനുമായോ? ഗിയർ ഏത് ഭാഗത്ത് വരുമെന്ന് അതാ ചോദിച്ചത്. ഗിയർ ഏത് ഭാഗത്ത്? അവിടൊക്കെ ഗിയർ ഒന്നും പറയാൻ ഒക്കത്തില്ലയോ? കണക്കിന് പോട്ടെ. ഫസ്റ്റ് എങ്ങോട്ടാ ഇടുന്നത്? ഫസ്റ്റ് ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് എങ്ങോട്ടാണ് ഇടുന്നത്? ഫസ്റ്റ് ഏത് ഭാഗത്താണ്? ഗിയർ ഏത് ഭാഗത്ത്? ഗിയർ നിന്റെ ഇടത് ഭാഗത്ത് വരും. ഇടത് ഭാഗത്ത് ഇങ്ങനെ നീണ്ട ഒരു സാധനം വരും, അതാണ് ഗിയർ. ആശാനെ സങ്കല്പം ആയതുകൊണ്ടാണ് ശരിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഫസ്റ്റ് എങ്ങോട്ടാണ് ഇടുന്നത്? ഫസ്റ്റ് ഇട്ട ഇന്നലെ പറഞ്ഞ പോലെ. അതെ ഫസ്റ്റ്. ഞാൻ ഇടുന്നില്ല. എന്റെ എല്ലാ കുറ്റം എന്റെയാണ്. ഞാൻ ഇടുന്നില്ല. ഞാൻ ഇടുന്നില്ല. വണ്ടി ഓടിക്കാൻ നീ അല്ലടാ ഗിയർ ഇടേണ്ടത്. ഞാൻ ഇടണോ ഗിയർ? അത് പോട്ടെ, ഗിയർ ഇടുമ്പോഴേ ക്ലച്ച് ചവിട്ടണ്ടേ? ചവിട്ടിയാ നീ? ഞാൻ ചവിട്ടണോ? അല്ല, നീ ചിരിക്കല്ലേ കേട്ടാ. നമുക്ക് കേട്ട് ചിരിക്ക. അവൻ്റെ 8 എടുക്കാൻ പറഞ്ഞാൽ അവൻ പറയാം എനിക്ക് 9 എടുത്താൽ മതി, 9 ഇഷ്ടം. ആ പറഞ്ഞവനാണ് ആയിരിക്കുന്നത്. നീ ചിരിക്കുന്നു. അത് പോട്ടെ, നീ ഇപ്പൊ എവിടെ വരെ ആയി? അല്ല, ക്ലച്ച് ഞാൻ ക്ലച്ച് ചവിട്ടുന്നില്ല. ഞാനാണോ ചവിട്ടണ്ടേ? അല്ല, ഒരു കാര്യം ചെയ്യാം. കൊല്ലത്തെ സുഹൃത്തുണ്ട് കുഞ്ഞുമോൻ തയ്യക്കാരൻ, അവനെ വിളിക്കാം. അതിന്റെ നമ്പർ ഞാൻ അവനെ നമ്പർ. അല്ല, പുള്ളിക്ക് വരാൻ പറ്റും. എന്തിനു കഴങ്ങനാടാ നീ? ഇമ്പോസിബിൾ. ഒന്നും മനുഷ്യനാൽ നടക്കാത്തതൊന്നുമില്ലെന്ന് ആരോ എഴുതി വെച്ച് അവനെ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഇത് ഒരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെ ഞാൻ മരണക്കിണറിൽ കേറ്റാം കേട്ടാ. ഓക്കെ, അത് പോട്ടെ. സ്റ്റിയറിങ് ഏതാണ്? പറഞ്ഞു തന്നില്ലല്ലോ. 4 വർഷം കൊണ്ട് ചൊരക്കിയാണ് എന്റെ കൂടെ. 4 വർഷം കൊണ്ട് ഉണ്ടാക്കിയാണ്. ഇത് സങ്കല്പമല്ലേ? സങ്കല്പമാണെന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയട്ടെ. കാറിന്റെ വെളിയിൽ നിന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നെ ഇതുവരെ അകത്ത് കയറ്റിയിട്ടില്ല. ഞാൻ അകത്ത് കയറിയിട്ടില്ലല്ലോ. അകത്ത് കയറണം, കയറ്റാം, എടുത്ത് കയറ്റും. അപ്പോഴാണ് സ്റ്റിയറിംഗ്. എന്നാലും പറഞ്ഞൂടെ, കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ പറയുള്ളൂ സ്റ്റിയറിംഗിനെ റൗണ്ടിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന സാധനം. അത് സ്റ്റിയറിംഗ്. അതല്ല പറഞ്ഞു തന്നെ. അതായിരുന്നു സ്റ്റിയറിംഗ്. അതായിരുന്നു സ്റ്റിയറിംഗ്. ഇന്നിനിപ്പോ ഊറ്റാനേ നടക്കൂല. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. 2000 രൂപ ഫീസ്. ഭയങ്കര ടെൻഷനാണ്. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, ഇഞ്ചിഞ്ചായിട്ട് പഠിപ്പിക്കാം. നിന്നെ ഞാൻ കുറെ നാൾ കൊണ്ട് പഠിപ്പിക്കാം. ആയിക്കോട്ടെ. ഫീസ് 2000 രൂപ. ഇന്നത്തെ ഫീസ് 2000 രൂപ. ഇന്ന് 2000 ആയോ? അതെ. നമ്മളിന്ന് പഠിച്ചത് കാറ് സങ്കല്പത്തിൽ. അതാണ്. ഗിയർ, ക്ലച്ച് എല്ലാം സങ്കല്പത്തില്. അതെ. സ്റ്റിയറിംഗ് സങ്കല്പത്തില്. അതെ അതെ അതെ. 2000 സങ്കല്പത്തിൽ. അപ്പൊ തീരെ മണ്ടനല്ല. അതിനി ഞാനാന്നു. വണ്ടി ഉണ്ടി തള്ളി 9 പോയിട്ട് വരട്ടാ.